യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ ജീവിതം ഒരു നിയമ പോരാട്ടങ്ങളുടെയും ഒപ്പം പ്രതീക്ഷയുടെയും ആശയക്കുഴപ്പങ്ങളുടെയും സങ്കീർണമായ ഒരു കഥയായി മാറിയിരിക്കുന്നു. 6 വർഷത്തിലധികമായി നീളുന്ന ഈ ദുരിതത്തിൽ ഓരോ ദിവസവും അവർ അതിജീവനത്തിനായി പോരാടുന്നു. നിമിഷപ്രിയയുടെ കേസ് കേവലം ഒരു കൊലപാതക കേസ് മാത്രമല്ല, അത് സാംസ്കാരികവും നിയമപരവും നയതന്ത്രപരവുമായ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുകയാണെങ്കിൽ 2017-ൽ യമനിലെ തലസ്ഥാനമായ സനായിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയ തന്റെ യമനി സഹപ്രവർത്തകനും കാമുകനുമായിരുന്ന തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായി. താൻ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കും ഇരയായെന്നും തലാൽ തന്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത് തടഞ്ഞുവെന്നും നിമിഷപ്രിയ വാദിച്ചു. തലാൽ നൽകിയ മയക്കുമരുന്ന് കുത്തിവെപ്പിന്റെ പ്രതിപ്രവർത്തനമാണ് മരണത്തിന് കാരണമായതെന്നാണ് നിമിഷപ്രിയയുടെ മൊഴി. പ്രതിരോധിക്കാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്തതെന്നും അവർ പറഞ്ഞു. എന്നാൽ ഈ വാദങ്ങൾ കോടതിക്ക് സ്വീകാര്യമായിരുന്നില്ല. 2020-ൽ യമൻ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുകയുമുണ്ടായി.